ഇ.ഡി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ CPM പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകി ഇ.ഡി. തിരുവനന്തപുരം സ്വദേശിയായ കാർ ഡ്രൈവർക്ക് 1.25 ലക്ഷം രൂപയാണ് ഇ.ഡി. നൽകിയത്. കേടുപാടുകൾ സംഭവിച്ച മറ്റ് 2 വണ്ടികളുടെ പണവും ഇ.ഡി. നൽകി. എസ് രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, ആദ്യം CPM നേതാക്കളൊക്കെ പറഞ്ഞു ഞങ്ങളിത് പരിഹരിക്കും, ഞങ്ങൾ നന്നാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നന്നാക്കി കൊടുത്താൽ കേസിൽ തിരിച്ചടിയാകുമെന്ന് കരുതി അതിൽ നിന്ന് വാങ്ങി ഈ കാർ ഡ്രൈവറുടെയൊക്കെ ദുരവസ്ഥയെക്കുറിച്ച് പിന്നീട് മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകുകയും ചെയ്തതാണ്. എന്തായാലും അവർക്ക് ആശ്വാസമാണ് ഇ.ഡിയുടെ ഇടപെടൽ, അല്ലേ? ദിവിഷ്, തീർച്ചയായും ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ റെയ്ഡിന് പോകുന്ന ഘട്ടത്തിൽ ആക്രമണത്തിനിരയായ ഒരു വാഹനത്തിന്റെ ആ ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് ഈ നഷ്ടപരിഹാരം നൽകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ. അതോടൊപ്പം ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ഒരു റെയ്ഡിന്റെ ഭാഗമായി പോകുന്ന ഘട്ടത്തിൽ. എന്തായാലും അവർക്ക് ഇപ്പോൾ നഷ്ടപരിഹാരം നൽകിയിരിക്കുകയാണ്. അതിൽ കാറ് പൂർണ്ണമായും തകർന്ന കാറിന് ഏകദേശം 1.25 ലക്ഷത്തോളം രൂപയാണ് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് കേടുപാടുകൾ സംബന്ധിച്ച മറ്റ് 2 വാഹനങ്ങളുണ്ട്. അതിന്റെ വർക്ക്ഷോപ്പ് ബില്ലടക്കം, അതായത് അറ്റകുറ്റപ്പണിക്കുള്ള ചെലവടക്കം ആ ചെലവായ തുക അത് പൂർണ്ണമായും തന്നെ ഇ.ഡി. കൈമാറിയിരിക്കുകയാണ്. നേരത്തെ ഈ CMR ലെക്സാലോജിക് ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇ.ഡി. വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടത്തിയത്. അപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. അത് വീണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണിരുന്നു ആ റെയ്ഡ് നടന്നത്. വീണ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിലാണ് പുറത്ത് CPMന്റെ വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറിയത്. റെയ്ഡിന് ശേഷം ഇ.ഡി. ഉദ്യോഗസ്ഥർ തിരിച്ച് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് ഈ കാർ ആക്രമിക്കപ്പെടുന്നത്. ഈ CPM പ്രവർത്തകരായിരുന്നു ആ ആക്രമണം നടത്തിയത്. ഇ.ഡി. ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ കാർ ഡ്രൈവർക്കും ഉൾപ്പെടെ പരിക്കേൽക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഒരു കാർ ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിനുശേഷം CPM തന്നെ ഈ ഇതിൽ ചെലവ് ആയ തുക നൽകും, നഷ്ടപരിഹാരം നൽകുമെന്ന് CPM തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് CPM അതിൽ നിന്ന് പിന്നോട്ട് പോയി. അതായത് ഇത് കേസിൽ ചിലപ്പോൾ തിരിച്ചടിയാകുമെന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നോട്ട് പോക്ക് എന്നതാണ് നേരത്തെ വ്യക്തമായത്. എന്തായാലും ഇവരുടെ ഉപജീവന മാർഗം അത് ബുദ്ധിമുട്ടിലായിരുന്നു. മാത്രമല്ല ഈ വാഹനത്തിന്, ഈ പൂർണ്ണമായും തകർന്ന വാഹനത്തിന് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പണം കിട്ടാതെയൊക്കെ വന്നിരുന്നു. അതിനുശേഷം ആണ് ഇത് മാധ്യമങ്ങളിലടക്കം വാർത്തയൊക്കെ വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വാഹനത്തിന് ചെലവായ, പൂർണ്ണമായും തകർന്ന വാഹനത്തിന് ചെലവായ തുക അത് പൂർണ്ണമായി തന്നെ അക്കൗണ്ട് വഴി കൈമാറിയിട്ടുണ്ട്. മറ്റ് 2 വാഹനങ്ങളുടെ ആ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവായ തുക അതും ഏതാണ്ട് പൂർണ്ണമായും കൈമാറിയിരിക്കുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ പണം അവർക്ക് കിട്ടിയിരിക്കുന്ന സ്ഥിതിയാണ്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.